ഹായ്, എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ്. ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് ഒരു അടിപൊളി വാനില ഐസ്ക്രീം. അതിനായിട്ട് നമ്മളൊരു 4 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1 ഗ്ലാസ് പാല് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒരു 4 സ്പൂണ് ഗോതമ്പ് പൊടിയാണ് നമ്മളിടുന്നത്. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യണം. തരിയൊന്നും കാണാത്ത രീതിയിൽ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 1 ഗ്ലാസ് പാലൊഴിച്ചത് കേട്ടോ. നല്ല രീതിയിൽ മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ. ഈ 1/2 ഗ്ലാസ് പാലൊഴിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര നല്ല രീതിയിൽ മിക്സാകാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഒഴിച്ച പാലും മാവും എല്ലാം കൂടെ മിക്സായപ്പോൾ ഒരു വിധം കുറുകിയൊരു പരുവായതുകൊണ്ട് പഞ്ചസാര നല്ല രീതിയിൽ മിക്സാകാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 11 സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് വാനില എസൻസും പിന്നെ ഒരു 100 ഗ്രാം ബട്ടറും കൂടാണ് വേണ്ടത്. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാം ആയി കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പഞ്ചസാര എല്ലാം ഇട്ട് ഇനി പഞ്ചസാര നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാവേ. ഇത് ഒഴിക്കുമ്പോൾ നോക്കിക്കോണേ, ഇതിൻ്റെ അവസാനം അടിയിൽ വല്ല തരിയോ പഞ്ചസാരയോ വല്ലതും ഉണ്ടോ നോക്കണം. അതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് കണ്ടോ, ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിലെടുത്ത് നമ്മൾ ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണേ. ഇനിയാണ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം നമ്മളിതവിടെ അങ്ങ് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിൻ്റെ അകത്തോട്ടൊരു 2 സ്പൂൺ പഞ്ചസാര അങ്ങോട്ട് ഇടണേ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം ബട്ടർ ചെറിയ പീസുകളാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ഇടുക. ഒരു 3-4 പീസ് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ബട്ടറും കൂടി ഇടാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എടുത്ത് വെച്ച് മിക്സിയിലോട്ട് വെച്ച് അടിച്ച് ഇതുപോലെ അങ്ങോട്ടാക്കി എടുക്കുക. കണ്ടോ, ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബട്ടർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ അതിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാം നല്ല ക്ലീനാക്കി ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ടൊരു 3-4 തുള്ളി വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് മിക്സിയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കറക്കി അടിച്ചിങ്ങ് എടുക്കുക. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നമുക്ക് കിട്ടുവേ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമിനുള്ള എല്ലാം റെഡി ആയി കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാത്രം എടുക്കുക. അതിലോട്ട് നമ്മളിത് ഒഴിച്ച് കൊടുക്കുവാണ്. നല്ല എയർ ടൈറ്റായിട്ടുള്ള തന്നെ പാത്രം എടുക്കുക. അതിലോട്ട് നമ്മളിത് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. ഇനി ഇത് നമുക്കെടുത്ത് നേരെ ഫ്രീസറിലോട്ട് എടുത്ത് വെക്കണം. ഇനി നമുക്കൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കണ്ടിട്ട് കൊതിയായിട്ട് പോയി. അത് കാരണം ഞാൻ കുറച്ചെടുത്ത് അങ്ങ് ടേസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിച്ച്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു പരുവത്തിലാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്ത് അതിനകത്തോട്ട് ഇടുവാണേ. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ മെൽറ്റായിട്ട് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് സംഭവം. കണ്ടോ, ഐസ്ക്രീം നല്ലൊരു പരുവാണ് ഇപ്പോഴും. ഇനി നമുക്കൊരു 3 മണിക്കൂറും കൂടെ വെക്കണം. ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി വെക്കുന്നുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞുള്ള അവസ്ഥയൊന്നും നോക്കാമല്ലോ. ഇത് 6 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ എടുത്തു. അപ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല പരുവത്തിലിരിപ്പുണ്ട് സംഭവം. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു പരുവത്തിലുണ്ട്. പക്ഷേ നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ മെൽറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ നമ്മളതാ ഗ്ലാസ്സിലോട്ട് ഇടാൻ പോവുകയാണ്. ഇപ്പം കണ്ടോണം, ഗ്ലാസ്സിലോട്ട് വീഴുമ്പോൾ തന്നെ അത് മെൽറ്റായിട്ട് വരുന്ന ആ ഒരു പരുവം കണ്ടോണം കേട്ടോ. പിന്നൊരു കാര്യം പറയാം, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന വാനില ഐസ്ക്രീം ഇല്ലേ, അതൊന്നും അല്ല ടേസ്റ്റ്, അതൊക്കും മേലെ ഇത് വേറെ ലെവലാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. നമുക്കത് ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ സംഭവം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പാലും
പിന്നെ കുറച്ച് ബട്ടറും കുറച്ച് ഗോതമ്പ് പൊടിയും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ച് അടിപൊളിയായിട്ട് സംഭവം കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഗ്ലാസ്സിലോട്ട് ഇടുമ്പോൾ തന്നെ കണ്ടോ ഗ്ലാസ്സിലിട്ട് കഴിയുമ്പോൾ തന്നെ ഈ സാധനം മെൽറ്റായിട്ട് ഇങ്ങനെ വരുന്നൊരു സീനുണ്ട്. അതങ്ങോട്ട് കാണണം. കണ്ടോണേ, ഇപ്പം കാണാം സംഭവം. കണ്ടോ മെൽറ്റായിട്ട് വരുന്നത് കണ്ടോ. നല്ല കറക്റ്റായ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മക്കളെ. കഴിച്ച് തന്നെ നോക്കണം കേട്ടോ. അതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണുന്നതിനായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.